ഞാൻ കോളേജ് ജോയിൻ ചെയ്ത ടൈമാണ്. അപ്പം ഞാൻ ഒറ്റക്കാണല്ലോ പരിപാടിയിൽ. അവിടെ പോയപ്പോൾ 3 പെൺകുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 3 പെൺകുട്ടികളുടെ അടുത്ത് പോയിട്ട് ചോദിച്ച്, ഹേയ് എൻ്റെ പേര് ഇങ്ങനെയാണ്, ഞാൻ കാനഡയിൽ ഫ്രഷ് ഞാൻ വന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരും തന്നെ പുതിയ വന്ന പിള്ളേരാ. ഞാൻ അങ്ങനെ വിചാരിക്കായിരുന്നു മറ്റേ റോളർ സ്കേറ്റിങ്ങിന് പോകാൻ, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ അലോൺ. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടോ ചോദിച്ച്. അപ്പോൾ ഈ പെൺകുട്ടികളിങ്ങനെ കൊള്ളാലോ, ഓക്കെ ഞങ്ങളും ജോയിൻ ചെയ്യാറുണ്ട്. അതിൽ ഒരു പെൺകുട്ടിയായിട്ട് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെ ഷെയർ ചെയ്ത്, ആ പെൺകുട്ടിയായിരുന്നു ആ 3 ഫ്രണ്ട്സിൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ലുക്കിംഗ്. അങ്ങനെ ഒരു വീക്കെൻഡിൽ നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാം എന്നുള്ള പ്ലാനൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇവളാണെങ്കിൽ ഫുൾ സെറ്റ്, ഓക്കെ അടിപൊളി നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഹാങ് ഔട്ട് ഒരു വീക്കെൻഡ് ഫ്രൈഡേ ആയിട്ട് വെച്ചത്. അങ്ങനെ ഞാൻ ഈ സ്ഥലത്തെത്തി, ഇവളും ഈ സ്ഥലത്തേക്ക് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഹാങ് ഔട്ട് ചെയ്യുമ്പോണ്ട് ഇവളുടെ ബോയ് ഫ്രണ്ടിനൊക്കെ ആയിട്ട് വരുന്നത്. Hey everyone, welcome to the most underrated podcast in Malayalam, After Hours Malayali. സെമീർക്ക് ഇന്നൊരു ഒന്നൊന്നര കഥ ഉണ്ട് എന്നാ പറഞ്ഞത്. എന്താണ് സെമീർ പറ്റിയത്? അതെ, ഒരു കൊല്ലം മുന്നേ നടന്ന കഥയാണ്. ഞാൻ കോളേജ് ജോയിൻ ചെയ്ത ടൈമാണ്. അപ്പോൾ കോളേജ് ജോയിൻ ചെയ്ത എല്ലാ ബാച്ചും ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഒരു ഇവന്റ് വെക്കും അവർ സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്യാൻ. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്ത ടൈമിൽ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇവന്റിൽ എന്തൊക്കെയാന്ന് വെച്ചാൽ കുറേ ട്രാംബളിൻ പോലത്തെ കുറേ ഐറ്റംസ്, റൈഡ് പോലെ ഉണ്ട്. ഞാനും വന്നില്ലായിരുന്നു കൂടെ. ഈ ഉണ്ടായിരുന്നു ആ സെയിം ഇവന്റ്. ഞാൻ സെക്കൻഡ് ഡേ പോയത് ഒന്നും കൂടി. പിന്നെ എന്റെ കൂടെ ഞാനൊന്നും ഇല്ലാതെ ഒറ്റക്ക് അല്ല, ക്ലാസ് കഴിഞ്ഞ് അങ്ങനെ പോവാണ്. നീ പഠിപ്പൊക്കെ കഴിഞ്ഞ് പ്രാരാബ്ധത്തിൽ അഡൽട്ട് ലൈഫിലൂടെ ജീവിച്ചു പോലെ. നമ്മൾ സ്റ്റുഡൻസ്, യങ് പീപ്പിൾ. 25 വയസ്സായി. ഇന്നലെ ഞങ്ങൾക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിന്റെ അവിടെ എത്തിയിട്ട് പാർക്കിംഗ് ലോട്ടിൽ ഇവ ലാപ്ടോപ്പ് വെച്ചിട്ട് ഹോംവർക്ക് ചെയ്യാം. എന്നിട്ട് ആ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് ലാപ്ടോപ്പ് അടച്ചിട്ട് പോയി പാർട്ടി. അങ്ങനെയായിരുന്നു. അങ്ങനെ അവിടെ ഇവര് കുറേ ആടുകൾ, അതായത് കുറേ ബ്രീഡ് ടൈപ്പ് ഓഫ് ആടുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അവർക്ക് ഫുഡൊക്കെ കൊടുക്കുക. ചില ആടുകളൊക്കെ വൻ ക്യൂട്ട്, ചില ആടുകളൊക്കെ മറ്റേ ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ഗോട്ട് പറയുമ്പോൾ കാണിക്കണ ആരും ബ്രീഡൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഗോട്ട് എനിക്ക് ക്രിസ്ത്യാനോ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഞാൻ ഒരു റൊണാൾഡോ ഫാൻ, പക്ഷെ ഗോട്ട് മെസ്സിയാണ്. എന്നിട്ട് അവിടെ ഇതേപോലെ റോളർ റിംഗർ സർക്കിളോ എന്തോ ഒരു സമയം, എന്താ അതിനൊക്കെ അല്ല, റോളർ സ്കേറ്റിംഗ് റിംഗർ. അതായത് ഒരു റിങ് പോലെ ഉണ്ടാക്കി നമുക്ക് അതിൽ റോളർ സ്കേറ്റിംഗ് ചെയ്യാം. അപ്പം ഐസ് സ്കേറ്റിംഗ് അല്ല, റോളർ സ്കേറ്റിംഗ് ആണ്. ഫുള്ള് ടയറൊക്കെ വെച്ചിട്ട്. കാരണം ഇത് സമ്മറിലോ ഫോൾസിലൊക്കെ ഇവന്റ് നടക്കുന്നത്. എന്നിട്ട് അപ്പൊ ഞാൻ ഒറ്റക്കാണല്ലോ പരിപാടിയിൽ. അപ്പൊ ഞാനിങ്ങനെ കൊണ്ടുപോയില്ലല്ലോ. അപ്പൊ ഞാൻ പോണേന്റെ മുമ്പ് ഞാൻ വിചാരിച്ച് എന്താ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ഞാൻ ഒറ്റക്ക് ഇങ്ങനെ സ്കേറ്റ് ചെയ്തിട്ട് ഓക്കെ എന്റെ കംഫർട്ട് സോണിന് പുറത്തിറങ്ങാൻ സമയമായി. നമുക്ക് ഏതെങ്കിലും സ്ട്രേഞ്ചേഴ്സിനോട് ചുമ്മാ പോയിട്ട് ചോദിക്കാം എന്റെ കൂടെ റോളർ സ്കേറ്റിങ്ങിന് ഉണ്ടോ എന്നുള്ള രീതിയിൽ. അങ്ങനെ എന്റെയും ഫസ്റ്റ് ടൈമോ സെക്കൻഡ് ടൈമോ, ഞാൻ 2ാം ക്ലാസ് പഠിക്കുമ്പോഴത്തെ ഒപ്പം ഒരു സ്കേറ്റിംഗ് ഷൂ മേടിച്ചെന്ന് അന്ന് സ്കേറ്റ് ചെയ്തിരുന്നു. പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം സ്കേറ്റ് ചെയ്യണേ. അപ്പൊ ഒബ്വിയസ്ലി എന്റെ മസിൽ മെമ്മറിന്നൊക്കെ അത് പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറെ ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സിനെ ഇങ്ങനെ തപ്പി. അപ്പൊ ഇവിടെ ഒരു സ്റ്റേഷൻ ഉണ്ട്. അവിടെ പറഞ്ഞ ആൾക്കാർ പരിപാടിയൊക്കെ അറ്റൻഡ് ചെയ്ത് വന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് അവർ കുറെ സീറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റേഷനാണ്, ബീൻ ബാഗ്സ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ ഞാൻ അവിടെ പോയി. കാരണം ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്തിലെങ്കിലും എൻഗേജ്ഡ് ആവുമല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാല് അവര് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാര്. അപ്പൊ ഞാൻ അവിടെ പോയി. സ്മാർട്ട്. അവിടെ പോയപ്പോൾ 3 പെൺകുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 3 പെൺകുട്ടികളുടെ അടുത്ത് പോയിട്ട് ചോദിച്ച്, ഹേയ് എൻ്റെ പേര് ഇങ്ങനെയാണ്, ഞാൻ കാനഡയിൽ ഫ്രഷ് ഞാൻ വന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരും തന്നെ പുതിയ വന്ന പിള്ളേരാ. എന്നിട്ട് അവരോട് ചോദിച്ച്, ഞാൻ അങ്ങനെ വിചാരിക്കായിരുന്നു മറ്റേ റോളർ സ്കേറ്റിങ്ങിന് പോകാൻ, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ അലോൺ. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടോ ചോദിച്ച്. അപ്പോൾ ഈ പെൺകുട്ടികളിങ്ങനെ കൊള്ളാലോ, ഓക്കെ ഞങ്ങളും ജോയിൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു 3 പേരും വന്ന്. ഇങ്ങോട്ട് 3 പേരും വന്ന്. ഇങ്ങോട്ട് ഇവര് പറഞ്ഞ് മറ്റേ ഇവരുടെ ഫസ്റ്റ് ടൈം ആണ് പറഞ്ഞത്. അപ്പൊ കാരണം ഞാൻ ഇവരെ കോൺഫിഡൻസിൽ വന്ന് വിളിച്ചപ്പോ ഇവരെ എനിക്ക് അറിയാം. അപ്പൊ അവർ ഞാനും ഫസ്റ്റ് അപ്പൊ ഓക്കെ അറിയാം. ഇങ്ങോട്ട് ഞങ്ങള് 4 ആളും ആ റിംഗറിൽ ഇങ്ങനെ ഓരോ സൈഡിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇതായിട്ട് അങ്ങനെ ഞങ്ങള് സ്കേറ്റ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ സ്കേറ്റിംഗ് ഇതൊക്കെ അടിപൊളിയായി. അതില് ഒരു
പെൺകുട്ടിയായിട്ട് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം എന്തൊക്കെ ഷെയർ ചെയ്ത്. ആ പെൺകുട്ടിയായിരുന്നു ആ 3 ഫ്രണ്ട്സിൽ കമ്പാരേറ്റീവ്ലി ബെറ്റർ ലുക്കിംഗ്. അങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാം എന്തൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ നമ്മളിങ്ങനെ ചെറിയ ഇങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞതായപ്പോൾ പിന്നെ നമ്മളൊരു വീക്കെൻഡിൽ നമുക്ക് ഹാങ് ഔട്ട് ചെയ്യുക എന്നുള്ള പ്ലാനൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇവളാണെങ്കിൽ ഫുൾ സെറ്റ്, ആ ഓക്കെ അടിപൊളി നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഹാങ് ഔട്ട് ഒരു വീക്കെൻഡ് ഫ്രൈഡേ ആയിട്ട് വെച്ചത്. അങ്ങനെ ഞാൻ ഈ സ്ഥലത്തെത്തി, ഇവളും ഈ സ്ഥലത്തേക്ക് വരാന്ന് പറഞ്ഞ് വരും. വാട്ടർലൂല് ഇങ്ങോട്ട്, കാരണം ഇവളും വാട്ടർലൂ അടുത്തായിരുന്നു താമസമൊക്കെ. അങ്ങനെ ഞങ്ങൾ ഹാങ് ഔട്ട് ചെയ്യുമ്പോണ്ട് ഇവളുടെ ബോയ് ഫ്രണ്ടിനൊക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ ആദ്യം കൂടെ ഒരു ചെക്കനായിരുന്നു. അപ്പോഴും തന്നെ ഞാൻ ബെനിഫിറ്റ് ഓഫ് ദി ഡൗട്ട്, ഇത് ചിലപ്പം ഫ്രണ്ട് ആരെങ്കിലും ആവാം, ഓക്കെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാവാം. അതെ. എന്നിട്ട് പിന്നെ ഇങ്ങനെ പഠിച്ചപ്പോ ഇവങ്ങ പേര് പറഞ്ഞു ദിസ് ഇസ് മൈ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ പൊട്ടനായി. എന്നിട്ട് എനിക്കാണ് ഒന്നവിടെ എനിക്ക് ലൈക്ക് ഒന്ന് നമ്മള് ഇൻസ്ട്രക്ഷൻസ് തീരെ ക്ലിയർ അല്ലായിരുന്നു. നമ്മള് ജസ്റ്റ് സംസാരിച്ചു വിൽ ഹാങ് ഔട്ട് എന്നുള്ളതുള്ളൂ, അല്ലാതെ ഞാൻ ഒരു ഡേറ്റിന് കൊണ്ടോട്ടെ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കും അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലായിരുന്നു. ഫസ്റ്റ് ഗെറ്റ് ടു നോ എന്നൊക്കെ ഉള്ളൊരു പോലെയായിരുന്നു. പിന്നെ ഇതിങ്ങനെ അപ്പൊ ഞാൻ എന്നാലും നിങ്ങൾ ഹാങ് ഔട്ട് ചെയ്യുമ്പോൾ അവള് വേറൊരാളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിന്നോട് പറയണല്ലോ. ഞാൻ അത്ര ഒന്നും വിചാരിച്ചില്ല. ഇപ്പൊ നമ്മളും ചില ഹാങ് ഔട്ടിനൊക്കെ ഇപ്പം ചില ഫ്രണ്ട്സിനൊക്കെ കാണാൻ പോവാണെങ്കിൽ നമ്മള് ഫ്രണ്ട്സിനൊക്കെ കൂട്ടി പോകൂലേ. അങ്ങനെ അത്ര ബന്ധമൊന്നും ഇല്ലല്ലോ. ഇല്ല. ഇപ്പൊ ഞാൻ എന്താ പറയാ, എനിക്ക് ആ പെൺകുട്ടിന്റെ POVയും എനിക്കറിയില്ലല്ലോ അവളുടെ മനസ്സിൽ എന്താ പോവണെന്നുള്ളത്. എന്നിട്ട് എനിക്കാണ് വൻ ഓക്വേർഡായി. പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് ആ ഹാങ് ഔട്ടിന് ഇറങ്ങി പോകാൻ പറ്റൂലല്ലോ. ഇതെന്താണ് നമ്മളൊരു ഡേറ്റ് പറഞ്ഞിട്ട് ഞാൻ ബോയ് ഫ്രണ്ട് അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആ ഫോസ്റ്റ് ഹാങ് ഔട്ട് അങ്ങനെ ഞാൻ ഒരിടയിൽ ഇങ്ങനെ തേർഡ് വീൽ ചെയ്ത്, അതാണ് ജസ്റ്റ് 45 മിനിറ്റ്സ് ഒന്നും നമ്മൾ ആ കഫേയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ് എനിക്ക് എൻ്റെ റൂംമേറ്റ് വിളിക്കുന്നുണ്ട്, എന്തോ ഒരു എക്സ്ക്യൂസ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോകുന്നു. ഇപ്പോഴും ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ നേരെ അതിന് ശേഷം മെസ്സേജ് ഈ സ്ട്രേഞ്ചേഴ്സിനെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ മറ്റേ എൻട്രി ഫ്ലൈന്റെ ഒരു ആഡ് ചെയ്തിരുന്നല്ലോ. അതെ അതെ. എന്നിട്ട് അന്നത്തെ ദിവസം നമ്മള് ടൊറോണ്ടോയിൽ വെച്ചിട്ടാണ് ഇതിന്റെ ഷൂട്ട് നമ്മൾ തീരുമാനിച്ചത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് ഇങ്ങനെ ടൊറോണ്ടോയിലെ ഓരോരോ ലാൻഡ്മാർക്സും ചൂസ് ചെയ്യാം, ഓരോരോ ഫ്രെയിമും ഓരോരോ ലൊക്കേഷൻ. അതെ. എന്നിട്ട് വൻ രസമായിരുന്നു കേട്ടോ ഈ ഷൂട്ടിങ്, വൻ ഫണ്ണായിരുന്നു. നമ്മള് വന്ന് ടൊറോണ്ടോയിലാണെങ്കിൽ പാർക്കിങ്ങിന് കുറെ പൈസയൊക്കെ ആവും. അപ്പൊ നമ്മൾ ഓരോ ലൊക്കേഷനിൽ പോയിട്ടും പാർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ നമ്മൾ പാർക്കിംഗ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പാർക്കിംഗ് ഫീ ഇല്ലാത്തൊരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് സൈക്കിൾ റെന്റ് ചെയ്ത് എന്നിട്ട് നമ്മൾ സൈക്കിൾ ചവിട്ടിയിട്ടാണ് സ്ട്രീറ്റ്സിലൂടെ പോകുന്നത്. പിന്നെ ഈ ഫോൾസ് സമ്മറിലൊക്കെ ടൊറോണ്ടോയില് സൈക്കിള് ചവിട്ടി എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ വൻ എക്സ്പീരിയൻസ്. അതെ. അങ്ങനെ അതിൽ ഒരു ഷോട്ടില് നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ ഇതിലെ സീൻ എങ്ങനെയാന്ന് വെച്ചാൽ സെമീറിന്റെ ഗേൾ ഫ്രണ്ടിനോട് ഫോണിൽ ഇങ്ങനെ ഓഡിയോ അയക്കാണ്, നീ കാനഡയിലേക്ക് വാ, കാനഡയിൽ ഫണ്ണി ടോണിലാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ നമ്മള് ഗേൾ ഫ്രണ്ടിനോട് ഇങ്ങനെ പറയാം ഈ കാനഡയിലോട്ട് വാ, പിന്നെ ഞാൻ വന്ന ഏജൻസി ഇതാണ്, അവര് ഇങ്ങനെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഫ്ലൈയിലൂടെയാണ് സെമീർ വന്നത്. ശരിക്കും ഞാൻ എൻട്രി ഫ്ലൈയിലൂടെ വന്നത്. പിന്നെ എനിക്ക് കിട്ടിയ ബെനിഫിറ്റ്സ് ഒക്കെ ഞാൻ ആ വീഡിയോയിൽ എന്റെ ഗേൾ ഫ്രണ്ടിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോകേണ്ട ആവശ്യം വന്നില്ല, ഫുൾ കോളിലൂടെയാണ് ഡീൽ ചെയ്തത്, അങ്ങനത്തെ ഓരോന്നും പറയാം. അപ്പൊ അതിൽ ഒരു സ്ഥലത്ത് നമ്മളെ സ്ക്രിപ്റ്റിൽ എങ്ങനെയാന്ന് വെച്ചാൽ സെമീർ ഇങ്ങനെ സ്ട്രീറ്റിലൂടെ നടന്നു പോവാണല്ലോ, ഇങ്ങനെ ഈ ഗേൾ ഫ്രണ്ടിനോട് സംസാരിച്ചു വോയിസ് നോട്ട് അയച്ചിട്ട്. അപ്പോൾ എന്താ വഴിയിലൂടെ പാസ് ചെയ്യുന്ന ഒരു മദാമനോട് സെമീർ ചോദിക്കും, ഹേ ഹൗ ഇസ് കാനഡ ഫോർ യു? Could you tell my friend about Canada? അപ്പൊ അവള് പറയും, ഓ ഐ ലവ് കാനഡ എന്ന് പറയും. എന്നിട്ട് ഞാൻ പിന്നെ പറയും, കണ്ടോ മദാമക്ക് ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് പോകുന്നത്. ആ ഒരു ഷോട്ടിന് നമുക്കൊരു മദാമനെ സെറ്റ് ആണ്. അതെ. പിന്നെ നമ്മളാണെങ്കിൽ വേറെ നമ്മളെ വൈറ്റ് ഫ്രണ്ട്സിന് ആരും കൊണ്ടുപോയിട്ടൊന്നും. അതെ. പിന്നെ ടൊറോണ്ടോയിൽ എനിക്ക് അങ്ങനെ വൈറ്റ് ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അതെ. അപ്പൊ എന്താ സ്ട്രീറ്റിൽ പാസ് ചെയ്യുന്ന ആരെങ്കിലും നമ്മളൊക്കെ ചൂസ് ചെയ്യണമെന്ന് വിചാരിച്ചത്. എന്നിട്ട് ഞാൻ സെമീർ നിൽക്കുക. അപ്പൊ നമ്മള് അതും യങ് ഡണ്ടാ സ്ക്വയറിൽ വൺ, അതായത് ടൈം സ്ക്വയർ ഓഫ് ടൊറോണ്ടോ കാനഡ എന്ന് അറിയപ്പെടുന്ന യങ് ഡണ്ടാ സ്ക്വയറിൽ നമ്മളിങ്ങനെ നിൽക്കുക. ഞങ്ങൾക്കാണെങ്കിൽ സോഷ്യലി വൻ ഓക്വേർഡ്. അതായത് നമ്മള് ഒരു ഗേളിനെ അപ്രോച്ച് ചെയ്തിട്ട് പറയാണ് ഞങ്ങളൊരു വീഡിയോ എടുക്കണ്ട്, നിങ്ങളെ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമോ? അതെ. അതും ഇന്ത്യൻസിനാണെങ്കിൽ വൻ നല്ല റെപ്യൂട്ടേഷൻ അവിടെ. അപ്പൊ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ ദീസ് ക്രീപ്സ് എന്നുള്ള അത് വരുമോ എന്നുള്ളൊരു പേടി. അങ്ങനെ എന്നിട്ട് ഞാൻ സെമീർ ഒരുമിച്ച് ആദ്യം കുറച്ചൊക്കെ ഒന്ന്
അപ്രോച്ച് ചെയ്യാൻ നോക്കി, പക്ഷെ ഞങ്ങൾ ആരും അപ്രോച്ച് ചെയ്തില്ല. അത് മാത്രല്ല ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചായിട്ട് ഞങ്ങൾക്കും തന്നെ ഒരു കംഫർട്ടബിൾ അല്ല. അപ്പൊ പിന്നെ നമ്മള് പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ വഴിക്കും നോക്കാം, നീ എന്റെ വഴിക്കും നോക്ക്, ഇങ്ങോട്ട് ആരെ ഫസ്റ്റ് ഒരാളെ സെറ്റ് വിന്നർ ഇങ്ങോട്ട് ഫോൺ വിളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഞാനും സെമീർ ഒരുമിച്ച് നോക്കിയ സമയത്ത് 2 പെൺകുട്ടികളുണ്ടായിരുന്നു. അവരെ കാണാനായിരുന്നു നല്ല ഭംഗിയുള്ളത്. അപ്പോ ഞങ്ങൾ അവരെ അപ്രോച്ച് ചെയ്യാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അപ്പോത്തിന് ഇവര് വൺ സ്പീഡിലല്ലേ നടന്ന് ഇവര് പാസ് ചെയ്ത് പോയി. അപ്പൊ എന്നിട്ട് പിന്നെ ഞങ്ങള് ഓക്കെ, എന്നിട്ട് ഞാനും സെമീറും സ്പ്ലിറ്റ് ആയി പോയി. സെമീർ ഏതോ നേരെ അണ്ടർഗ്രൗണ്ട് സബ്വേയിലേക്കോ, ഞാൻ യൂണിയൻ സ്റ്റേഷനിൽ പിന്നിൽ നിന്റെ സ്ട്രാറ്റജി. കാരണം ട്രെയിൻ ഇറങ്ങി വരുന്ന ആൾക്കാര് കൊറേ പേര് ഒറ്റടിക്ക് കിട്ടുമല്ലോ. പക്ഷെ ഒരു വൻ തിരക്കിലേക്ക് ട്രെയിൻ ഒന്ന് എത്തിയാ മതി എന്നുള്ളൊരു മൈൻഡ്. എന്നിട്ട് അങ്ങനെ നിൽക്കുക. എന്നിട്ട് ഞാനും ഇതേപോലെ കുറച്ച് ആൾക്കാരോട് ഇങ്ങനെ അങ്ങനെ സംസാരിക്കാൻ പോയി അങ്ങനെ നിർത്തും, നാണം കെടാൻ വയ്യ നല്ല രീതിയിൽ എന്നിട്ട് നിർത്തും. അങ്ങനെ ഒരു അവസാനം ഞാൻ തീരുമാനിച്ചു, ഓക്കെ ഒരാളോട് ഹായ് പറയാന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഹായ് ഒരു പെണ്ണുണ്ടായിരുന്നു കേട്ടോ. പെണ്ണിങ്ങനെ നടന്നു, ഞാൻ ഹായ് എന്ന് പറയാൻ പോയപ്പോഴേക്കും ഫാസിലിന്റെ ഇന്ത്യൻ പ്രണയകഥയിലെ സീന്, ഇന്ത്യൻ പ്രണയകഥല്ല ഞാൻ പ്രകാശന്റെ, ഇവൻ എന്നും രാവിലെ നടക്കാനൊക്കെ ഇറങ്ങും. ഇവൻ നടക്കാൻ ഇറങ്ങണ മെയിൻ ഉദ്ദേശം തന്നെ ജോഗ് ചെയ്യണ പെൺകുട്ടികളൊക്കെ കാണാൻ, ഓരോടെ ഫ്ലിrt ചെയ്യാനൊക്കെ. അതിലൊരു സീനുണ്ട്, ഒരു പെൺകുട്ടി ഇങ്ങനെ ഓടി വരുമ്പോ ഇങ്ങനെ എവിടെയോ കണ്ടു പാസ് ചെയ്ത് ഇവള് ഞാൻ പറയാൻ വേണ്ടി ഒരു ഇങ്ങനെ അത് ശ്വാസം എടുത്തപ്പോഴേ ഇവിടെ സൈഡിലോട്ട് നീങ്ങിപ്പോയി. അപ്പൊ ഞാൻ നിർത്തി. ഞാൻ പറഞ്ഞു ഓക്കെ എങ്ങനെ ആയാ പറ്റൂല സേനെ, അടുത്ത നീ കാണുന്ന ആരാണോ ഇതിനൊരു അർഹനായത് അവരോട് നീ സംസാരിച്ചേ പറ്റൂന്നാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞപ്പോ നമ്മള് ഫസ്റ്റ് കണ്ട ആ 2 കുട്ടികള്. എന്നിട്ട് നമ്മൾ അവരുടെ അടുത്ത് പോയി, എന്നിട്ട് അവരോട് പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ അതിലിങ്ങനെ കാനഡൻ്റെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ഇവരാണെങ്കിൽ വൻ ഫ്രണ്ട്ലി ആയിട്ട് ഓ യാ ഞങ്ങള് നിന്നോളാന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ സെമീറിനെ വിളിച്ച്. അപ്പോൾ സെമീർ കയറി, മറ്റേ സബ്വേയിലാണല്ലോ സെമീർ സ്റ്റെപ്പ് കയറി വന്നിട്ട് ഇവരെ തന്നെ കണ്ടപ്പോൾ സെമീറിന്റെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു, ഒരു എൻ്റെ ഒരു ചിരി. എന്നിട്ട് ഞങ്ങള് റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ ഇവര് പറഞ്ഞു, ഓ നിങ്ങളിത് എവിടെയാ പോസ്റ്റ് ചെയ്യാം. അപ്പൊ ഞങ്ങളന്ന് ഇൻസ്റ്റാഗ്രാം അവരാണ്, ഓ ഞങ്ങളും ടാഗ് ചെയ്യണേ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവരെ അക്കൗണ്ടൊക്കെ ഷെയർ ചെയ്ത് നമ്മളിങ്ങനെ മലയാളം വീഡിയോ ആണ് എവിടെ ടാഗ് ചെയ്യാൻ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നൈസായിരുന്നു. എന്നിട്ട് ആ ദിവസം ഇതേപോലെ വേറെ ഷോർട്സ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോയപ്പോണ്ട് വേറൊരു പയ്യൻ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട്, ഇവൻ ടിക്ടോക്കർ, ഇവ വന്നിട്ട് ഹേ എന്റെ ടിക്ടോക്ക് വീഡിയോയിൽ നിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ? ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥ അറിയണോണ്ട് ഞങ്ങൾ വൻ ഇൻട്രസ്റ്റ് ക്യാമറന്റെ മുന്നിൽ നിൽക്കാൻ. ഞാൻ ഓ യാന്ന് തന്നെ. അപ്പൊ ഇവര് എന്നിട്ട് എന്താ ഇവരുടെ അടുത്തൊരു ബോർഡ്, അതിൽ 3 ടിക്ടോക്ക് റാപ്പേഴ്സിന്റെ ഫോട്ടോ, 3 ആൾക്കാർ പോലെ ജയിലിൽ നിന്ന് എടുത്ത ഫോട്ടോ വരും, ജയിൽ പുള്ളികളുടെ ഫോട്ടോ. എന്നിട്ട് ഞാനത് പറഞ്ഞു. അപ്പൊ ഇവര് പറയാ ഓ ദീസ് ആർ മോക്ക് ഷോട്ട്സ്. അതായത് ഇവരെന്തോ ക്രൈം ചെയ്ത് ജയിലിൽ പോയിട്ട് ജയിലിൽ നിന്ന് ഫോട്ടോസ് ആണ് ഈ റാപ്പേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതെ. എന്നിട്ട് ഇവരുടെ റാപ്പ് സോങ് ഇവര് പ്ലേ ചെയ്യും, എന്നിട്ട് നമ്മൾ അതിന് റിയാക്ട് ചെയ്യും. അതായത് ഇതാണ് എനിക്ക് ഈ പാട്ടിൽ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു അത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയാം. എന്നിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവൻ പോയി. അപ്പൊ ഇവൻ പറഞ്ഞു ചെയ്തു, ഞാൻ കുറെ ആൾക്കാരെ അപ്രോച്ച് ചെയ്തു, കുറെ പേര് നോ പറഞ്ഞു, കുറെ ആൾക്കാര് റിപ്ലൈസ് ഒന്നും അധികം ഇതില്ല, നിങ്ങളാണെങ്കിൽ അടിപൊളി. അതെ. എന്നിട്ട് ഇവര് പറയാ ഞാൻ ഡ്രഗ്സ് സെല് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ ഇതിലേറെ അപ്രോച്ചബിൾ ആയിരിക്കും, പക്ഷെ ഇത് എന്തോ ടിക്ടോക്കിന് എല്ലാവർക്കും വേറൊരു ഒപ്പീനിയൻ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവൻ പോയി. അപ്പൊ ഞാൻ സെമീറിനോട് ഇങ്ങനെ പറയുന്നു, എന്താ അടിപൊളി ഡേ, സൈക്കിള് ചവിട്ടി ടൊറോണ്ടോയിൽ അങ്ങനെ എല്ലാ മേജർ ലാൻഡ് മാർക്സ് ഇങ്ങനെ ഹിറ്റ് ചെയ്ത്, എന്നിട്ട് പിന്നെ അതിനുശേഷം നമ്മളിങ്ങനെ ഈ ഒരു ഷോർട്ട് ഫിൽമിങ്ങനെ രസമാണ്. എന്നിട്ട് പിന്നെ അതിനുശേഷം നമ്മൾ ഈ ഇവനെ പരിചയപ്പെട്ട് ഇവന്റെ കൂടെ വീഡിയോ എടുത്ത് അങ്ങനെ വൻ രസമുള്ളൊരു നേ. അപ്പൊ ഞാൻ സെമീറിനോട് ഇത് നമ്മളെ ഫുൾ ടൈം ജോബാണെങ്കിൽ എന്ത് രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ഞങ്ങൾ ഇന്നലെ ഒരു സ്ട്രേഞ്ചേഴ്സിനെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് എന്നുള്ള ഒരു ഇവന്റ് പോലുള്ള ഒരു ഇവന്റിൽ പോയി. അപ്പോൾ അതിൻ്റെ ഇവരുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ യെസ് ഫാം ട്രോണോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്, ഏഞ്ചല് സയാൻക്കൊരു ഹൂഡി ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തു. അത് ഈ യെസ് തിയറി പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ മെർച്ച് ഉണ്ട്, സീക്ക് ഡിസ്കംഫർട്ട്, അതിൽ നിന്നാണ് ഇവർ ഈ ഡ്രസ്സ് മേടിച്ചത്. അപ്പോൾ സയാന് ഭയങ്കര ഇഷ്ടമുള്ള ക്ലോത്ത്സ് ആണ്, ക്വാളിറ്റി അടിപൊളിയാണ്. അങ്ങനെ ഏഞ്ചൽ അത് മേടിച്ചു കൊടുത്തു. അപ്പോൾ സയാന് യെസ് തിയറി ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ട്രൂ യെസ് ഫാം ആണ് സയാൻ, സീക്ക് ഡിസ്കംഫർട്ട്. എന്നിട്ട് ഇവരുടെ യൂട്യൂബിലെ കോണ്ടന്റ്സ് ആണെങ്കിലും മെയിൻലി സീക്ക് ഡിസ്കംഫർട്ട്.
അതായത് അവരുടെ കംഫർട്ട് സോണിന് പുറത്ത് പോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെയാണ് ഇനീഷ്യലി ഇവരെ യൂട്യൂബ് ഗ്രോ ചെയ്തത്. അങ്ങനെ ഇവരുടെ വേൾഡ് വൈഡ് ഇവർക്ക് കുറേ ഇതേപോലത്തെ യെസ് ഫാം കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഈ കമ്മ്യൂണിറ്റീസ് ഒക്കെ ഓരോരോ പരിപാടികൾ ഹോസ്റ്റ് ചെയ്യും. പക്ഷേ ഈ പരിപാടിൻ്റെ ഒക്കെ ഒരു കോർ ബേസ് എന്താന്ന് വെച്ചാൽ കുറേ സ്ട്രേഞ്ചേഴ്സ് ഒരുമിച്ച് വരിക, എല്ലാവരും പരിചയപ്പെടുക, സംസാരിക്കുക. എന്നാണ് അവർ പറയുന്നത്. അവരുടെ മോട്ടോ അതാണ്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ ആ ഒരു ഇവന്റിന് ഞാൻ ആ ഗ്രൂപ്പിൽ കുറെ കാലമായിട്ടുണ്ട്. ഞാൻ ഈ യെസ് ഫാം ഇന്ത്യ ഗ്രൂപ്പിലുണ്ടായിരുന്നു. പക്ഷെ അവർ ഇത്ര ആക്റ്റീവ് അല്ലായിരുന്നു. യെസ് ഫാം കേരള ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവർ ഇത്ര ആക്റ്റീവ് അല്ലായിരുന്നു. പക്ഷെ യെസ് ഫാം ട്രോണോ വൺ ആക്റ്റീവ്. അവര് ട്രോണോ ടൊറോണ്ടോ യെസ് ഫാം ട്രോണോ വൻ ആക്റ്റീവാ. അവര് 100 ഇവന്റ്സ് എന്തൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ എസ് തിയറിന്റെ ആക്ച്വൽ ഹോസ്റ്റ് അമ്മാർ, അവര് ഇതിന്റെ ഹോസ്റ്റുകളുണ്ട്, അവരൊക്കെ വരെ ഒന്ന് മീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഇവന്റ് ഞാൻ കുറെ കാലമായിട്ടുണ്ട് പോവണം വിചാരിക്കണേ. സയാന് 18 വയസ്സായപ്പോ കാനഡയിൽ വന്ന് ഇറങ്ങിയ ടൈമിൽ സയാൻ ഈ ഇവന്റിന് പോയ കഥയൊക്കെ നമ്മള് പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഇവന്റിന് ഞാൻ പോയി. അപ്പൊ നമ്മള് ലൂണാർ ന്യൂ ഇയർ എന്നുള്ള ഇവരുടെ ഒരു പാർട്ടിയിലോട്ടാണ് പോകുന്നത്. ലൂണാർ ന്യൂ ഇയർ പറയുന്നത് ചൈനീസ് ന്യൂ ഇയർ ആണ്. അങ്ങനെ അവിടെ എത്തി, അടിപൊളിയായിരുന്നു. കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു, പല രാജ്യത്തു നിന്നുള്ള പല എത്നിസിറ്റിയുള്ള ആൾക്കാർ. നമ്മൾ ഗെയിംസ് കളിച്ചു, നമ്മൾ കാൻറ്റനീസ് ഭാഷ എഴുതാൻ പഠിച്ചു, പിന്നെ ഗെയിംസിന് വിന്നേഴ്സ്, ബോർഡ് ഗെയിംസ്, പിന്നെ പോട്ടിലൊക്കെ ആയിരുന്നു ഇവരുടെ മെയിൻ തീം. അതായത് എല്ലാവരും ഓരോരോ ഫുഡ് കൊണ്ടുവരിക. നമ്മളാണെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ചിക്കൻ വിങ്സ് ഞങ്ങൾ കൊണ്ടുപോയത് ചിക്കൻ വിങ്സ് ആയിരുന്നു. അവിടെ പിന്നെ എന്താ ഹക്ക നൂഡിൽസ്, പാസ്റ്റ, റൈസ്, ഡോണറ്റ്സ്, പിസ്സ, അങ്ങനെ എല്ലാവരും പലതും കൊണ്ടുവന്നിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ വലിയൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഈ സമീർ പറഞ്ഞല്ലോ കാൻറ്റനീസ് ലാംഗ്വേജ് നമ്മൾ എഴുതാൻ പഠിച്ചു എന്ന്. ഇത്ര കാലം ചൈനീസ് ലാംഗ്വേജ് നമ്മൾ കാണുമ്പോൾ ഞാൻ ഇത്ര കാലം വിചാരിച്ചിരുന്ന ഓരോ ഇതും ഓരോ ലെറ്റേഴ്സ് ആണ് വിചാരിച്ചിരുന്നത്. ഓരോ ക്യൂബ് ഓഫ് ലെറ്റർ പോലെ കാണുന്നത് ഓരോ ലെറ്റേഴ്സ് ആണ്. അങ്ങനെയല്ല, ആ ഒരു ക്യൂബില്ലേ, ആ ഒരു ഇത് ലെറ്ററാണ് നമ്മൾ വിചാരിക്കുന്നത്, അതൊരു വേർഡാണ്. അതെ, ആ ഒരു സ്ക്വയറിന്റെ ഉള്ളിൽ അവർ ആ ഫുൾ വേർഡ് എഴുതി വെക്കുകയാണ്. അതെ, ഇൻട്രസ്റ്റിംഗ്. നമ്മൾ കേട്ടോ അവരുടെ ചൈനീസ് സോഡിയാക് സൈൻസ് ആയിരുന്നു പഠിച്ചിരുന്നത്. അവരുടെ സോഡിയാക് സൈൻസ് ഫുള്ളി ആനിമൽസ് ആണ്. ചിക്കൻ, ഡോഗ്, ഡ്രാഗൺ, ഇവർക്കൊക്കെ ഇതേപോലെ എഴുതുന്ന ഓരോ രീതി ഉണ്ട്. അപ്പൊ ഈ ഇയർ എന്ന് പറയുന്നത് സ്നേക്ക് ഇയർ ആണ്. അവരുടെ സോഡിയാക്കിലെ സ്നേക്ക് ആണ് ഇപ്രാവശ്യത്തെ ഇയർ എന്നൊക്കെ. ഭയങ്കര അടിപൊളി നല്ലൊരു ഇവന്റ് ആയിരുന്നു. അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു, ഇവള് കോളേജ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഇവള് അതിൽ ഫുഡ് കഴിച്ചപ്പോൾ ഇവൾക്ക് പീനട്ട് അലർജി ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവള് ഏതോ ഡോണറ്റ് കഴിച്ചപ്പോൾ അതിൻ്റെ മുകളിൽ പീനട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവള് ആ കഴിച്ച ഉടനെ ഇവള് ഫുള്ള് ഛർദ്ദിച്ചൊക്കെ ചെയ്ത്. അതെ, ഞാൻ ഞെട്ടി തോന്നി. പക്ഷെ ഞാൻ കേട്ടത് എങ്ങനെയാന്ന് വെച്ചാല്, പീനട്ട് അലർജി ഉള്ളവര് പീനട്ടിന്റെ എന്തോ കഴിച്ചാല് അവരുടെ ഈസോഫാഗസ് പോലെ അവരുടെ ത്രോട്ട് ക്ലോസ് ചെയ്യുന്ന, അവർക്ക് ശ്വാസം വലിക്കാൻ കഴിയില്ല. അത് കാരണം അവരെപ്പോഴും എപ്പിപിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പിന്നുണ്ട്, ഒരു സിറിഞ്ച് പോലത്തെ എന്തോ സംഭവമാണ്, അത് എപ്പോഴും ക്യാരി ചെയ്യണം ഇവര്. അത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ അത് കുത്തിയാല് സാധനം റെഡിയാകും. നിനക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ? എനിക്ക് ബ്ലേഡ് അലർജി ഉണ്ട്. ഓ, എങ്ങനെ? അത് എങ്ങനെയാ കഴിച്ചാലല്ലോ, എങ്ങനെ അതിന്റെ അലർജി എനിക്ക് വരും? എനിക്ക് ഷേവ് ചെയ്താല് എനിക്ക് ആക്നി വരും. അത് എനിക്ക് ഫോർ ദ ലോങ്സ്റ്റ് ടൈം എനിക്ക് അറിയില്ലായിരുന്നു. അത് ഞാൻ ഡിസ്കവർ ചെയ്തപ്പോ ഞാൻ ഷേവിങ് നിർത്തിയിട്ട് ട്രിമ്മിങ് ആക്കി. അപ്പൊ എന്റെ ആക്നിയും കാര്യങ്ങളൊക്കെ പോയി. പക്ഷെ അന്ന് ഞാൻ ഷേവ് ചെയ്തപ്പോ എനിക്ക് വന്ന ആക്നിന്റെ സ്കാർസ് ഇപ്പോഴും എന്റെ മുഖത്ത് ഇതൊക്കെ ഉണ്ട്. എനിക്ക് അൽഹംദുലില്ലാ ദൈവം തമ്പുരാൻ സഹായിച്ച് അലർജി കാര്യങ്ങളൊന്നും ഒന്നിലുമില്ല. ഐ ആം റിയലി ഹാപ്പി അബൌട്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആൾക്ക് എഗ് അലർജിയാ, ഭയങ്കര ഇഷ്ടം എഗ്. പക്ഷെ എഗിന്റെ ഡയറക്റ്റ് എഗ് പ്രൊഡക്ട്സ്, ഈ എഗ് ഓംലേറ്റ്, എഗ് ബോയിൽഡ് എഗ്, അതൊന്നും കഴിക്കാൻ പറ്റില്ല, അലർജിയാ. പിന്നെ എനിക്ക് അറിയുന്ന വേറെ ഫ്രണ്ട്സ് ഉണ്ട് മറ്റേതേപോലെ പീനട്ട് അലർജി ഉള്ള. എനിക്ക് അറിയുന്ന നമ്മുടെ ടർക്കിഷ് ഫ്രണ്ട് മെഹമ്മദ്, അവനക്ക് അവോക്കാഡോ അലർജിയാ. അവോക്കാഡോവും ബനാനയും. എന്നിട്ട് അവൻ പറയാ എനിക്ക് ബനാനന്റെ എങ്ങനെയായിട്ടും മനസ്സിലാവില്ല, കാരണം ഞാൻ ചെറുപ്പത്തിൽ അത്രക്കും ബനാന കഴിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ അവന് ബനാന കഴിച്ചാല്, ബനാനന്റെ എന്തെങ്കിലും അടങ്ങിയൊരു ഇത് കഴിച്ചാല് മുഖത്തൊക്കെ ഫുൾ ഓരോരോ ആവും. എന്നിട്ട് ഇവൻ പറയാ, ഹൗ മാൻ, നമ്മള് എവല്യൂഷൻ ആയത് തന്നെ മങ്കീസ് എന്നാണ്, നമുക്ക് ബനാന കഴിക്കാൻ പറ്റില്ല. അതുപോലെ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, അവൾക്ക് ഡയറി അലർജി ഉണ്ട്, ഗ്ലൂട്ടൻ അലർജി ഉണ്ട്, അവൾക്ക് അനിയൻസും പിന്നെ ഗാർലിക്കും കഴിക്കാൻ പറ്റില്ല, പിന്നെ അതേപോലെ പൈനാപ്പിൾ എന്തോ കഴിക്കാൻ പറ്റില്ല. ഇങ്ങനെ
വൻ സീനാണ്. അതെ, എനിക്ക് സത്യം പറഞ്ഞാൽ വൻ പാവം തോന്നും. ഫുഡ് അലർജി ഉള്ളവർക്ക്, ചിലവർക്ക് ചിക്കനൊക്കെ അലർജി ഉള്ളവരൊക്കെ ഉണ്ട്. അതാരാ? അല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടില്ലല്ലോ. നീ ഞാൻ വായിച്ചതാ. സോഴ്സ് ട്രസ്റ്റ് മീ ബ്രോ. ബ്രോ, ചിക്കൻ അലർജിയോ? അതേപോലെ ട്രോണോയില് ഞാനിപ്പോ അടുത്ത് ഒരു ഡ്രേക്ക് ലുക്ക് ലൈക്ക് കോntestന് പോയി. അതായത് ഈ എവിടോ UK-ലോ അങ്ങനെ എവിടോ സെയിൻ മാലിക്കിന്റെ ലുക്ക് ലൈക്ക് കോntest വെച്ചിരുന്നു. അതങ്ങട്ട് വൈറലായി. പിന്നെ കൊറേ പാകിസ്ഥാനീസ് ഒക്കെ സെയിൻ മാലിക്കിനെ പോലെ അല്ല, പാകിസ്ഥാനീസ് ആണ്, സെയിൻ മാലിക്കിനെ പോലെ അല്ല, പക്ഷെ എന്നാലും അങ്ങനെ വെച്ചിട്ട് ഉണ്ടായിരുന്നു. അതേപോലെ ഡ്രേക്കിന്റെ ലുക്ക് ലൈക്ക് കോntest ഡ്രേക്ക് ടൊറോണ്ടോ ടൊറോണോയില് വെച്ചു. എന്നിട്ട് അപ്പൊ അങ്ങനെ കോntest നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഡ്രേക്ക് പറഞ്ഞ് ഓക്കെ, വിന്നറിന് ഞാൻ $10,000 കൊടുക്കാന്ന്. ഡ്രേക്ക് സപ്പോർട്ട് ചെയ്യാന്. വ്ളോഗ് ചെയ്തില്ല? ഞാൻ വ്ളോഗ് ചെയ്തു, പക്ഷെ ഞാൻ പതുക്കുന്നു പോയി. അപ്പൊ എന്താ ഡ്രേക്കിന്റെ ലുക്ക് ലൈക്ക് കോntest ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് കാണാൻ പോയി. അപ്പൊ അതിലിങ്ങനെ ഡ്രേക്കിന് പല ഐക്കോണിക് ഔട്ട്ഫിറ്റ്സും ഐക്കോണിക് ഹെയർ സ്റ്റൈൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ കൊറേ ചെക്കന്മാർ ഇതേപോലെ തന്നെ ഡ്രേക്കിന്റെ അതേ താടി, അതേ കണ്ണട, അതേ ഔട്ട്ഫിറ്റ്, അതേ മുടി, മറ്റേ എന്താ ബ്രെയ്ഡ് ചെയ്ത മുടി, ഇങ്ങനത്തെ ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് അവർക്ക് സ്വാഗും ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇതൊരു ക്ലബ്ബിൽ വെച്ചായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് കയറി എന്നിട്ട് കുറെ ഫുള്ള് ഡ്രേക്കിന്റെ പാട്ടൊക്കെ ഇടാ. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഫുള്ള് ലിറിക്സ് അറിയാം. പക്ഷെ ഏറ്റവും കോമഡി എന്താ വെച്ചാ ഈ ഡ്രേക്കിന്റെ ലുക്ക് ലൈക്സ് ആയി വന്ന ആൾക്കാരില്ലേ, ഞാനത് കണ്ടു. അതിന്റെ റിസൾട്ട് വീഡിയോ കണ്ടപ്പോ എത്രയോ ഡ്രേക്കിനോട് അതല്ലേ പറയുന്നേ, ഇവര് ലിറ്ററലി ഞാൻ ഡ്രേക്ക് ആണ് എന്ന് വിശ്വസിച്ചിട്ട് ഇവര് നിക്കണമാതിരി എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഇൻ ദെയർ ഹെഡ് ദേ ആർ ഡ്രേക്ക് എന്നൊക്കെ ഉള്ള പോലെയാണ് ഇവര് വൻ അവര് ഒരുത്തരുണ്ടായിരുന്നു. അവന്റെ എക്സ്പ്രഷൻസ് ഒക്കെ വൻ കറക്റ്റ് ആയിരുന്നു. എന്നിട്ട് അതില് ഒരു രണ്ട് പെങ്കൊച്ച ഉണ്ടായിരുന്നു. ഇവര് ഡ്രേക്കിന്റെ പോലെ ഔട്ട്ഫിറ്റും ഇതൊക്കെ ഇട്ടിട്ട് താടിയൊക്കെ സ്കെച്ച് പെന്നൊക്കെ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഇവരും ഡ്രേക്ക് ആയിട്ട്. അപ്പോൾ അതിലൊരു കുട്ടി എന്ന് പറഞ്ഞാൽ തീരെ ഹൈറ്റ് ഇല്ല. അപ്പൊ കണ്ട ഒരു ചെറിയ കുട്ടിനെ പോലെ തോന്നും. അപ്പൊ ഇവളെ എല്ലാവരും വൻ ക്യൂട്ടായിട്ട് ഇവളെ എല്ലാവരും പിടിച്ച് പൊക്കലും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നിട്ട് പിന്നെ ഫൈനലി ഈ കോntest വന്നു. ഈ കോntest വന്നപ്പോൾ ഇതേപോലെ തന്നെ ഡ്രേക്ക് ആക്ച്വലി കോൺസേർട്ടിലൊക്കെ ഇട്ട അതേ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട ആൾക്കാരുണ്ടായിരുന്നു. ഡ്രേക്കിന്റെ അതേപോലെ മുടി ബ്രെയ്ഡ് ചെയ്ത ആൾക്കാരുണ്ട്. ഡ്രേക്ക് ഇട്ട് അതേ കണ്ണട ഇട്ട ആൾക്കാർ, ലിറ്ററലി ഡ്രേക്കിനെ പോലത്തെ ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ട് ഇവരൊന്നും ജയിക്കാതെ ഇവരെ ആ ചെറിയ പെൺകുട്ടിക്കാണ് അവര് ഫസ്റ്റ് പ്രൈസ് കൊടുത്ത് $10,000. എന്തിന്റെ പേരിലാണാവല്ലേ, എനിക്ക് ലിറ്ററലി അറിയില്ല. എന്നിട്ട് അതിൽ എന്നിട്ട് ഈ ഇതിന്റെ റീൽസും ഒക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്കാർ വൈറലായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഫുൾ കമന്റ്സ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്തിനാ ഇവൾക്ക് കൊടുത്തത്, സംഭവം ഒക്കെ ഇവള്. ഞാനും വിചാരിച്ചു, അതായത് ഇവള് ഡ്രേക്കായി കോസ്പ്ലേ ചെയ്തത് അടിപൊളി, നൈസായി, ഒരു നൈസ് മൂവായി. പക്ഷെ അത് വിചാരിച്ച് $10,000 സീരിയസ് മണിയാണ്. അത് വേറെ ആൾക്കാർക്ക് ഡിസേർവ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാതെ ഇവൾക്ക് അങ്ങനെ ഒരു ഫണ്ട് പോലെ കൊടുക്കുന്നത് എനിക്ക് തീരെ നമുക്ക് ഹോസ്റ്റ് ചെയ്താലോ വീക്കെൻഡ് ലുക്ക് ലൈക്ക് എന്നൊക്കെ പറഞ്ഞാണ്ട്. ഇതിപ്പോ പല സ്ഥലത്ത് ടിമോത്തി ഷാലമേ ലുക്ക് ലൈക്ക് കോൺടെസ്റ്റ് എന്നൊക്കെ പല സ്ഥലത്ത് ഇത് ഇങ്ങനെ എൻട്രി ഫീ ഒക്കെ വെച്ചിട്ടോ. അതെ, ഒരു $10 ഒക്കെ വെച്ചാൽ മതി പാർട്ടിസിപ്പേഷൻ. എന്നിട്ട് വീക്കെൻഡ് 10,000 നമ്മളത് 5,000 അതുപോലെ നമ്മള് കള്ളം. ഈ പാർട്ടീസ് അങ്ങനെയൊക്കെ പറയുമ്പോൾ കാനഡയിൽ ഭയങ്കരമായിട്ട് കോളേജ് സ്റ്റുഡൻസ് ആഘോഷിക്കുന്ന ഒരു പാർട്ടി കൾച്ചറാണ് ഹോം കമ്മിങ്. അതായത് വെക്കേഷൻസിന് വരെ എല്ലാവരും വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ എല്ലാവരും ലിറ്ററലി ഹോം കമ്മിങ് എന്നുള്ള രീതിയിലാണ് അവരത് ആഘോഷിക്കണേ. അതെ, അത് കഴിഞ്ഞ വർഷം ഞാനും സമീർ ഒരുമിച്ച് ആഘോഷിച്ചിട്ട് ഒരു കുട്ടി ബോധം കെട്ട് വീണതും നമ്മൾ പാർട്ടി ചെയ്തതും ബിഗ്ഗസ്റ്റ് ബാക്ക് യാർഡ് പാർട്ടിന്റെ സ്റ്റോറിയും 100 കൊളംബിയ അതിനെ കുറിച്ചൊക്കെ നമ്മള് പോഡ്കാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതെ, അങ്ങനെ ഞാൻ ഈ പാർട്ടിയിൽ അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു ഇതൊക്കെ ആയിട്ട് ഞാൻ ഇറങ്ങി. അങ്ങനെ സാറ്റർഡേ ആണ് ഈ ഇവന്റ് പൊതുവേ നടക്കുക, കാരണം വീക്കെൻഡ് ഒക്കെ അല്ലേ. അങ്ങനെ ഞാൻ ഇറങ്ങി. അതായത് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എവിടേക്കാണ് ഹൗസ് പാർട്ടീസ് ഒക്കെ നടക്കാൻ ചാൻസ് കോച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് ഇറങ്ങി. ഒരു സ്ഥലത്ത് ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് ഞാൻ ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ 3-4 വൈറ്റ് ചെക്കന്മാരിങ്ങനെ സ്പീക്കറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ പാട്ടൊക്കെ ഇട്ട് അടിപൊളി പാട്ടും കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ഗ്രൂവ് ചെയ്തപ്പോൾ ഓരോ തന്നെ ഐ ലൈക്ക് യുവർ മൂവ്സ് മാൻ. എന്നിട്ട് അവർ വന്ന് ഫുൾ സംസാരിക്കലും എന്നോട് എങ്ങോട്ടൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇറങ്ങിയാന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവരും തന്നെ സെറ്റ്. അങ്ങനെ നമ്മൾ വൻ സംസാരിച്ച് ഇങ്ങോട്ട് അവർ അവരുടെ വഴി, ഞാൻ എൻ്റെ വഴി. കാരണം എൻ്റെ
മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഹോം കമ്മിങ്ങിന്റെ ഒരു പാർട്ടി കണ്ടുപിടിക്കുക എന്നാണ്. അങ്ങനെ ഞാൻ ഇറങ്ങി. അങ്ങനെ ഞാൻ ആ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നപ്പോ ഒരു ഹൗസിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ആ സൗണ്ട് ഇങ്ങനെ മാച്ച് ചെയ്ത് ഇങ്ങനെ പോയി. മറ്റേ ടോം ആൻഡ് ജെറിയിലും മറ്റേ ഫുഡിന്റെ വരുമ്പോ അങ്ങനെ അങ്ങനെ പോകുന്ന പോലെ. എന്നിട്ട് ഞാൻ ഏകദേശം ആ വീടിന്റെ അവിടെ എത്തി. അപ്പൊ വീടൊന്ന് ചുറ്റൊന്ന് നോക്കണല്ലോ, ആദ്യം ഒന്ന് വീട് നിരീക്ഷിക്കണല്ലോ. കാരണം ഇവിടെ ഫുൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസാ. അപ്പൊ നമ്മൾ ഉള്ളിൽ കയറിയാലും ആരും ഒന്നും പറയൊന്നുമില്ല. പക്ഷെ എന്നാലും തന്നെ ഒന്ന് ഒബ്വിയസ് ആക്കാതെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനിങ്ങനെ ചുറ്റിങ്ങനെ നോക്കി. ഈ വീടിന്റെ റൈറ്റ് സൈഡ് ഒരു പാർക്കിംഗ് ലോട്ടാ. അവിടെ പോയപ്പോ ഞാൻ കണ്ട ചെക്കന്മാര് വീണ്ടും ഇങ്ങോട്ട് അവരുടെ കുറച്ച് പെൺകുട്ടികളും വേറെ ചെക്കന്മാരൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് ഇവര് ഓ മാൻ യു ഒക്കെ ഇങ്ങോട്ട് അവർക്ക് വൻ സന്തോഷമായി. എന്നിട്ട് അവിടെ നമ്മള് വൻ സംസാരിതും. ഇങ്ങോട്ട് ഇവരെല്ലാരും നമുക്ക് എല്ലാവർക്കും ഫോട്ടോ ഒക്കെ എടുക്കാറിട്ട് ഫുൾ ചെക്കന്മാരും എല്ലാരും കൂടി നമ്മള് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ വൻ വൈബിങ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ ഈ പാർട്ടി കയറണല്ലോ. അപ്പൊ എന്റെ രണ്ട് ഇത് തോന്നി. ഒന്ന് പറഞ്ഞാൽ ഇവരെ ബാക്ക് യാർഡ് ഓപ്പണാ, ലൈക്ക് ലിറ്ററലി ആർക്കും കയറാം. അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അപ്പൊ ഞാനും ജസ്റ്റ് അങ്ങനത്തെ രീതിയിലാണ് കയറണോ അതോ ഞാന് ഇവരുടെ ഡോറിൽ പോയി നോക്ക് ചെയ്തിട്ട് ഹേയ് കെൻ ഐ ഓൾസോ ജോയിൻ യുവർ പാർട്ടി അങ്ങനെ ചോദിക്കണോ വിചാരിച്ചത്. പക്ഷെ നോക്ക് ചെയ്താല് 50-50 ചാൻസ് ആണ്. ഇന്ത്യൻസിന് ഇപ്പൊ വൻ ഹെയ്റ്റ് ആണ്. അപ്പൊ നമ്മൾ എത്ര കൂളായാലും അവർക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഇന്ത്യൻസാ. അപ്പൊ ആ ഒരു ചാൻസ് ഞാൻ ബ്ലോ അപ്പ് ചെയ്യണ്ടായിരുന്നു. ഞാൻ സൈഡിലൂടെ സ്നീക്കിൻ ചെയ്തപ്പോ ഇതേപോലെ നമ്മള് അന്ന് പോയ അത്ര ഇല്ലെങ്കിലും വൺ ബാക്ക് യാർഡ് പാർട്ടി ഫുൾ ആൾക്കാരും പെൺകുട്ടികളും ചെക്കന്മാരും. അവിടെ ലോറിയ യൂണിവേഴ്സിറ്റിന്ന് സ്റ്റുഡൻസ് ഉണ്ട്, വോട്ടൽ യൂണിവേഴ്സിറ്റിന്ന് സ്റ്റുഡൻസ് ഉണ്ട്. ഇവര് തമ്മിൽ ഇങ്ങനെ ഇതാക്കുക. അതായത് ലിറ്ററലി നിങ്ങളെ കോളേജ് പോരാ, ഞങ്ങളെ കോളേജ് അടിപൊളി. ലിറ്ററലി വൻ ഫ്രണ്ട്ലി അപ്രോച്ചിന്. പക്ഷെ ലിറ്ററലി വൻ ആർഗ്യൂയിങ്ങും കാര്യങ്ങളും. ഞാനാണെങ്കിൽ അവിടുന്ന് കുറെ ആൾക്കാരൊക്കെ പരിചയപ്പെട്ടു. ഞാന് ലോറിയെ കാരണം വാട്ടർ യൂണിവേഴ്സിറ്റി പൊതുവെ നേർഡീസും പഠിക്കണ ഒരു യൂണിവേഴ്സിറ്റി എന്ന് അറിയപ്പെടുന്നത്. ലോറിയാണ് ഒരു പാർട്ടി യൂണിവേഴ്സിറ്റി. അപ്പൊ ഞാൻ ആരും ചോദിക്കും ഗോ ടു ലോറിയെ അത് ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊക്കെ ബ്ലഡിലാവും. എന്നിട്ട് അവിടെ ഇതേപോലെ കുറെ ഗെയിംസ് കളിക്കുന്നുണ്ട്, കുറെ പേര് ഡാൻസ് കളിക്കുന്നു, കുറെ പേര് സൈഡിൽ ഇങ്ങനെ സംസാരിക്കുന്നു ഇതാക്കുന്നു. അങ്ങനെ ഒരു 11:50-12 മണിയൊക്കെ ആയപ്പോ ഒരു പെൺകുട്ടി ഇങ്ങനെ വന്നോണ്ട് ഹേ ഗൈസ് കോപ്സ് ആർ ഹിയർ എന്നൊക്കെ അങ്ങ് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ കോപ്സ് കേട്ടപ്പോ തന്നെ ഞാൻ ബാക്ക് യാർഡിന് പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ പാർട്ടിയിലുള്ള ആർക്കൊന്നും ഒരനക്കില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ ഈ പെൺകുട്ടി ബ്ലഫ് ചെയ്യാണോ, അതാണ് ഞാൻ ആരും ഇറങ്ങാത്ത. കേട്ടോ ഞാൻ വിചാരിച്ചു ഏതായാലും ഇറങ്ങിയല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് എത്തി നോക്കാം. ഞാനങ്ങ് ജസ്റ്റ് പുറത്തിറങ്ങുമ്പോണ്ട് രണ്ട് സൈഡിലും ഇങ്ങനെ കോപ്പ് കാർ ഇങ്ങനെ വന്നിക്കണ. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ അങ്ങനെ കോപ്പിന്റെ മുന്നിലൂടെ ഞാൻ അങ്ങനെ ഏതോ ഒരു വഴി രീതിയില് ഞാൻ നടന്നുപോയി. ഞാനൊരു ദൂരത്ത് പോയിട്ട് ഇങ്ങനെ നോക്കുമ്പോണ്ട് ഇതേപോലെ കോപ്സ് കയറി ആൾക്കാരൊക്കെ ഈ തേനീച്ചക്കൂടെ കളിക്കാതെ ഓരോ സൈഡിൽ നിന്ന് ആൾക്കാർ അങ്ങനെ ആ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോകുന്നത്. എന്നിട്ട് ആ ടൈമിലാണ് ഒരു 4 പെൺകുട്ടികൾ ബെൻസിലിട്ടോ ഇവര് പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരിക. അങ്ങനെ ഇവര് പാരലൽ പാർക്ക് ചെയ്യും. അപ്പൊ ഞാൻ അതിന്റെ തൊട്ടപ്പുറത്ത് നിന്നാണ്ട് അത് നോക്കണേ. അങ്ങനെ ഇവര് പാരലൽ പാർക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നു എടുക്കുന്നു, വീണ്ടും ചെയ്യുന്നു എടുക്കുന്നു, വീണ്ടും ചെയ്യുന്നു എടുക്കുന്നു. അങ്ങനെ ഒരു പെൺകുട്ടി പുറത്തിറങ്ങി. ആ പെൺകുട്ടിക്കാണ് ഡിറക്ഷൻസ് മര്യാദക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അങ്ങനെ വരെ എങ്ങനൊക്കെ അവസാനം ചെയ്തപ്പോ എന്റെ ഉള്ളിൽ ഒരു അക്കംപ്ലിഷ്മെന്റ് ഫീൽ ഉണ്ടായിരുന്നു. ഓ ഫൈനലി. പക്ഷെ ഞാൻ അപ്പളാ മനസ്സിലാക്കി ഇവളാണ്ട് ചെയ്യലും അവിടുന്ന് ഇവിടുന്നൊക്കെ കുറെ ചെക്കന്മാരും പെൺകുട്ടികളൊക്കെ അപ്പളേക്ക് ഞാൻ മാത്രല്ല നോക്കിന്ന. ഇങ്ങോട്ട് ഇവരാണ് ചിരിച്ചിട്ടോ എല്ലാരോടും ഇങ്ങനെ ചിരിച്ചാണ്ട് ഓരങ്ങ് ലാഫ് ഇറ്റ് ഓഫ് ആയി. അതും ഒരു വൺ എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിൽ പോയി. അതെ, എത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇവിടെ രാത്രി 8:30 മണിയാണ് സമയം. എങ്ങനെയുണ്ട് സെമിയുടെ കൗബോയ് ജാക്കറ്റ്? എങ്ങനെയുണ്ട് ഞങ്ങളുടെ പുതിയ സ്റ്റുഡിയോ റൂം? അതെ, നമ്മള് ഒരു മിഡീവൽ ടൈം സെറ്റപ്പ്, ഒരു കൗബോയ് അല്ല ഒരു ഹണ്ടേഴ്സ് ക്ലബ് ഒക്കെ പോലത്തെ ഒരു സ്റ്റൈലാണ് പിടിക്കുന്നത്, റൈഫിൾ ക്ലബിലെ പോലെ. Alright, so this has been your favorite host Zayan Zakir and Samir Roshan. Peace out.